നമ്മൾ രാത്രിയാകുമ്പോൾ ഇൻസ്റ്റമാർട്ടിൽ കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിക്കാറുണ്ട്. നമുക്ക് പുറത്ത് പോയി വാങ്ങണത് കുറച്ച് ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നുമല്ല, നമുക്കിവിടെ ഷോപ്പ് എവിടെയാണ്, എന്തിൻ്റെ ഷോപ്പ് എവിടെയാണുള്ളത് എന്നൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഇൻസ്റ്റാമാർട്ട് വഴിയാണ് സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത്. പക്ഷേ ഈ ഫ്രോസൺ, അതായത് ചെമ്മീൻ, മീൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ല. നാട്ടിലായിരുന്നപ്പോഴും ഫ്രോസൺ ആയിട്ടുള്ള മീനും ചെമ്മീനും ചിക്കനൊന്നും ഞാനിതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ചെമ്മീൻ കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് വാങ്ങി നോക്കാമെന്ന് ഓർത്ത് ട്രൈ ചെയ്തതാണ്. ഇപ്പോൾ ചെമ്മീൻ കൈ കിട്ടിയപ്പോഴേക്കും ഞാൻ ഓർത്തതെന്ന് പറഞ്ഞാൽ ചെമ്മീൻ ഫ്രൈ ചെയ്യാം. എൻ്റെ മമ്മിയുടെ ഒരു റെസിപ്പി ഉണ്ട്, പുള്ളിക്കാരത്തി നല്ല രസമായിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. ആവശ്യത്തിന് നല്ലോണമൊക്കെ എൻ്റെ മമ്മി കുക്ക് ചെയ്യും. അപ്പോൾ നോർമലി ഞാൻ ഈ ചെമ്മീൻ ഫ്രൈൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ മസാല പുരട്ടിയിട്ട് വെറുതെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കും. പക്ഷേ എൻ്റെ മമ്മി അങ്ങനെയല്ല ചെയ്യണത്. മമ്മി കുറച്ച് മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ആ മസാലയൊക്കെ ഇങ്ങനെ ചെമ്മീനിലേക്ക് പിടിച്ച് കയറുമല്ലോ, എന്നിട്ടാണ് പുള്ളിക്കാരത്തി വറുത്തെടുക്കാറുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കാണുമ്പോഴൊരു എന്താ പറയുക, മസാലയിൽ പെരണ്ടിരിക്കും ചെമ്മീൻ. അപ്പോൾ ഞാനും അതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി വേവിച്ചൊക്കെ വെച്ചു. എന്നിട്ട് അതൊന്ന് വറുത്തൊക്കെ എടുത്തു. പക്ഷേ സംഭവം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, കാണാനും ഒരു ലുക്ക് ഉണ്ടായിരുന്നില്ല. കഴിച്ചപ്പോഴും ചെമ്മീൻ ഇങ്ങനെ ഒരുമാതിരി റബ്ബർ പോലെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത ചെമ്മീനായിരുന്നു. ഈ ഫ്രോസൺ വാങ്ങിച്ചതിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടും ഇങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. എന്ത് ചെയ്യാനാ, ഇങ്ങനെ വന്നല്ലോ. പിന്നെ ഉണ്ടാക്കിയ ചോറും കൂട്ടി ആ വറുത്ത ചെമ്മീൻ തന്നെ അങ്ങോട്ട് തിന്ന് അന്നത്തെ ദിവസം കഴിഞ്ഞു ഗൈസ്.